നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും കൂടുതൽ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഏൻഷ്യന്റ് സ്ട്രക്ചറാണ് പിരമിഡ് എന്ന് പറയുന്നത്. പിരമിഡിക്കൽ സ്ട്രക്ചേഴ്സ് നമ്മുടെ ലോകമെമ്പാടും പല കൾച്ചേഴ്സിലും കണ്ടുവരുന്നെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ മാഗ്നിഫിസന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്രേറ്റ് പിരമിഡ് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗ്രേറ്റ് പിരമിഡിന്റെ ഒരു ഏരിയൽ വ്യൂ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു 3 പിരമിഡ് ഒക്കെ കാണാൻ പറ്റും. അതായത് 2 വലിയ പിരമിഡും അവിടെ അറ്റത്തായിട്ട് ഒരു ചെറിയ പിരമിഡും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു അറേഞ്ച്മെന്റ്, അതായത് 3 പിരമിഡ് ഇതേപോലത്തെ ഒരു അറേഞ്ച്മെന്റിൽ നിൽക്കുന്ന ഒരു ജൈഗാനിക് സ്ട്രക്ചർ ഇത് മാത്രമല്ല നമ്മുടെ ഭൂമിയിൽ വേറെ ഒന്നുകൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? വെറും ഗൂഗിൾ മാപ്സിന്റെ സഹായത്തോടെ ഈ ഒരു എക്സ്പെരിമെന്റ് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ താഴെ ഒരു കോർഡിനേറ്റ് ചെയ്ത് കാണിക്കാം. ആ കോർഡിനേറ്റ് ഗൂഗിൾ മാപ്സിൽ അടിച്ചു കൊടുക്കാം. ഇത് കൊണ്ടെത്തിക്കുന്നത് വളരെയധികം ഡിബേറ്റബിൾ ആയിട്ടുള്ള അന്റാർട്ടിക്കയിലെ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചേഴ്സിന്റെ അടുത്തേക്കാണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ ഗിസയിൽ കണ്ടുവരുന്ന ഗ്രേറ്റ് പിരമിഡിന്റെ ഒരു ഏരിയൽ വ്യൂവും ഈ പറയുന്ന അന്റാർട്ടിക്കയിലത്തെ പിരമിഡിന്റെ ഏരിയൽ വ്യൂവും നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടിനും ഏകദേശം ഒരേ ഒരു ക്യാരക്ടറിസ്റ്റിക് ഉള്ളവരായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു നാച്ചുറലി ഒക്കറിംഗ് ഫിനോമിനൻ ഇത്രയും പ്രിസിഷൻ വരാൻ എങ്ങനെയാണ് സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്റർനെറ്റ് മുഴുവൻ ഡിബേറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഇമേജും കൂടി ഒന്ന് നോക്കി നോക്കാം. ഗൂഗിൾ മാപ്പിൽ നിന്ന് കിട്ടിയ ഈ 2 ഇമേജസിന്റെ സൈഡ് ബൈ സൈഡ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കാം. ഈ 2 ഇമേജസ് നമ്മൾ സൈഡ് ബൈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അന്റാർട്ടിക്കയിലത്തെ ആ ഒരു കോർഡിനേറ്റ് ആ ഒരു പിരമിഡ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗിസയിലത്തെ ഗ്രേറ്റ് പിരമിഡ്. അപ്പോൾ ഈ 2 ഇമേജ് ഞാൻ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഇമേജിന്റെ മുകളിൽ ഞാൻ ഈ ഒരു ഇമേജ് ഇങ്ങനെ പയ്യനെ ട്രാൻസ്പെറന്റ് ആയിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഏകദേശം 1:1 ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗിസയിലത്തെ ഗ്രേറ്റ് പിരമിഡ് എന്ന് പറയുന്നത് ഏകദേശം 5000ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ജൈഗാനിക് സ്ട്രക്ചറാണ്. ഏകദേശം 2,30,000 ബ്ലോക്സ്, അതും ഒരു ബ്ലോക്കിന്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 80 ടണ്ണോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതും ഈ ബ്ലോക്സ് എല്ലാം എടുത്തിരിക്കുന്നത് 100ഓളം കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ്. അപ്പൊ ഇത്രയും ദൂരത്തു നിന്ന് ഇത്രയും ഭാരമുള്ള കല്ലുകൾ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവരികയും, അത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം, ഈ സ്ഥലത്ത് കൊണ്ടുവരികയും അവിടെ ഇങ്ങനെ ലേ ചെയ്ത് ഒരു ഗ്രേറ്റ് പിരമിഡ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് വാസ്തവം. അതും ഈ പിരമിഡ്സിനകത്ത് ഒരുപാട് സയന്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമായിരിക്കും, എങ്ങനെയാണ് ഇവർ ഈ സംഭവം പണിതെടുത്തത്? ഒട്ടുമിക്ക ഏൻഷ്യന്റ് സ്ട്രക്ചേഴ്സ് പണിയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് എലിഫന്റ്സിനെയാണ്, അതായത് ആനകളെയാണ്. പക്ഷേ ഈജിപ്തിന്റെ പിരമിഡ്സ് പണിയാനായിട്ട് ഒരു ആനയുടെ സഹായം പോലും എടുത്തിട്ടില്ല. അപ്പൊ ആന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക് കൊണ്ടായിരിക്കും ഇത്രയും വെയിറ്റ് ഉള്ള ബ്ലോക്സ് ഇത്രയും കിലോമീറ്റർ ദൂരത്ത് കൊണ്ടുവന്ന് ഈ ഒരു ലൊക്കേഷനിൽ വന്നുകൊണ്ട് ഇട്ടേന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിചാരിക്കും. അതായത് വർഷങ്ങളായിട്ടുള്ള ഹ്യൂമൻ സ്ലേവറിയുടെ ഒരു റിസൾട്ട് ആണ് ഗ്രേറ്റ് പിരമിഡ്സ് എന്നൊക്കെ ഉള്ള ഒരു അങ്ങനെയുള്ള കൺക്ലൂഷനിലേക്ക് ആയിരിക്കും എത്തിക്കലി ഒരാൾ നോർമലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരാൾ അങ്ങനെയായിരിക്കും വിചാരിക്കുക. പക്ഷെ ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്ട്രാ ടെറസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഉണ്ട്. അതായത് ഇതിനകത്ത് പറയുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ റൈറ്റിംഗ്സിന്റെ പേരൊക്കെ ഞാൻ താഴെ എഴുതി കാണിക്കാം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽ എന്താ വെച്ചാൽ, ആകാശത്ത് നിന്ന് എന്തോ ഫ്ലൈയിങ് സോസറോ എന്തോ ഫ്ലൈയിങ് ഡിസ്ക് പോലത്തെ സംഭവത്തിനെ പറ്റി ഇതിനകത്ത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഈ അടുത്ത് നമ്മൾ UFP വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സൈറ്റിംഗ് ആയിട്ട് എനിക്ക് വളരെ സിമിലർ ആയിട്ട് ഈ ഒരു സംഭവത്തിന് തോന്നി. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചേക്കാം. ഇവര് പറയുന്ന ആ ഒരു ഫ്ലൈയിങ് സോസറിന്റെ ബ്രൈറ്റ്നെസ്, അതിന്റെ ഒരു ലൈറ്റ് സൂര്യനേക്കാൾ കൂടുതൽ ബ്രൈറ്റ് ആണെന്നാണ് ശരിക്കും ഈ ടെക്സ്റ്റുകളിലൊക്കെ എഴുതിയിരിക്കുന്നത്. അതും ഈ ടെക്സ്റ്റുകൾ എഴുതിയിരിക്കുന്ന കാലഘട്ടം നിങ്ങളും കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. അതിനോടൊപ്പം ഈ കാണുന്ന വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്ത ആ ഒരു പിരമിഡ്സും സോളാർ സിസ്റ്റവുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പും, പിന്നെ ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത ഈ അന്റാർട്ടിക്കയിൽ കണ്ടുവരുന്ന ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു സോക്കോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിരമിഡിക്കൽ സ്ട്രക്ചറും ഈ പിരമിഡായിട്ടുള്ള റെസംബ്ലൻസും ഒക്കെ നമ്മളൊന്ന് കൂട്ടി ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ആമ്പിൾ തെളിവില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് പിരമിഡ്സ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഒരു നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഹ്യൂമൻ ക്രിയേഷൻ ആണെന്നുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഇത്രയും നാളായിട്ട് എന്റെ റിസർച്ചിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇത് ശരിക്കും എന്തോ ഒരു സംഭവം ഇവരിങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പിരമിഡ്സ് എല്ലാം ഉണ്ടാക്കിയത് ഏലിയൻസ് ആണെന്നല്ല, ഏലിയൻസിന്റെ എന്തോ ഒരു ഇൻഫ്ലുവൻസ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻഫ്ലുവൻസ് നമ്മുടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, നമ്മുടെ ലോകമെമ്പാടുള്ള ഏൻഷ്യൻ ടെക്സ്റ്റുകളിലൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സെയിം ആണ്. അതായത് ഇപ്പൊ ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ പറയുന്ന കാര്യങ്ങളോട് വളരെ സിമിലർ ആയിട്ടുള്ള ടെയിൽ തന്നെയാണ് ഇന്ത്യയിലും പറയുന്നത്. അതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള സംഭവങ്ങളാണ് ജപ്പാനിൽ പറയുന്നത്. ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അമേരിക്കയിലായിക്കോട്ടെ, മയൻ സിവിലൈസേഷൻ ആയിക്കോട്ടെ, നമ്മുടെ സുമേരിയൻസ് ആയിക്കോട്ടെ, അങ്ങനെ പല കൾച്ചേഴ്സിലും പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ കാര്യമേ പറയാൻ പറ്റുള്ളൂ, ഏലിയൻസ് ഈ പറയുന്ന നമ്മളിപ്പോ ഈ കാണുന്ന UFO അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് അവരെ കാണുകയാണെങ്കിൽ അവരെന്തായാലും അതിന് ദൈവമായിട്ടാണ് കാണുള്ളൂ.
ഇപ്പൊ 2025 ഈ പറയുന്ന ഒരു UFO അല്ലെങ്കിൽ എന്തൊരു സാധനം ഇങ്ങനെ ആകാശത്തിൽ പൊങ്ങി വന്നു വിചാരിച്ചോ, ഒരു പൊങ്ങി നിന്നു എന്ന് വിചാരിച്ചോ, നമ്മൾ അതിനെ ദൈവമായിട്ട് പോയി അതിന്റെ പുറകെ ആരാധിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ഫോട്ടോ എടുത്ത് ഇന്റർനെറ്റിലേക്ക് ഇട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ടെക്നോളജി ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സൈറ്റിംഗ് ഉണ്ടായെന്ന് വെച്ചോ, അവരെന്തായാലും അതിനെ ദൈവമായിട്ടായിരിക്കും കാണുന്നത്. അതിനെ ആരാധിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നാസ്ക ലൈൻസ് എന്നുള്ള ടേം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് പെറു എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടുവരുന്ന വളരെ ജൈഗാന്റിക് ആയിട്ടുള്ള ഒരു കൊത്തുപണിയാണ് ശരിക്കും നാസ്ക ലൈൻസ് എന്ന് പറയുന്നത്. ഏകദേശം 10,000-ഓളം സ്ട്രെയിറ്റും കേർഡും ആയിട്ടുള്ള ലൈൻസ് ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഏകദേശം 9 കിലോമീറ്ററോളം നീളത്തിൽ 1000 സ്ക്വയർ മീറ്റേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സ്ട്രക്ചർ, ഒരു വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ് ശരിക്കും നാസ്ക ലൈൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ മനോഹരമായിട്ടുള്ള ഒരു പിക്ചേഴ്സ് നമുക്ക് ഒരിക്കലും താഴെ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ കാണണമെങ്കിൽ ഒന്നിൽ ആകാശത്ത് നിൽക്കണം, അതായത് നമ്മൾ പറന്ന് നിന്നാൽ മാത്രമാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഇമേജസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഈ നാസ്ക ലൈൻസ് കണ്ടുവരുന്ന സ്ഥലത്ത് അത്ര ഓൾട്ടിറ്റ്യൂഡിലുള്ള ഒരു സ്ഥലമില്ല. അപ്പൊ ഒബ്വിയസ്ലി എന്തായാലും ഒരുപാട് ആൾക്കാർ ഇതിന് ഏലിയൻസിന്റെ തലയെ കൊണ്ട്, അതായത് ഈ പറഞ്ഞ ഇമേജസ് ഏലിയൻസിനെ കാണാൻ വേണ്ടിയിട്ടാണ്, അതായത് പറക്കുന്ന ഒരു സംഭവത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഏരിയൽ സൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഒക്കെ ഉള്ള ഒരു സംഭവമൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ വേറൊരു കൂട്ടം ആൾക്കാർ എന്താണ് പറയുന്നത്, ഇതൊരു സെറിമോണിയൽ സയൻസ് ആണ്, അതായത് എന്തെങ്കിലും ആചാരപരമായിട്ടുള്ള ഒരു സയൻസ് ആണെന്നും ആസ്ട്രോണോമിക്കൽ സയൻസ് എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരച്ചു വെച്ചേക്കുന്നതൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ആ ഒരു സൈഡ് ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിനെപ്പറ്റി പറയാനുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ ഫ്യൂച്ചർ വീഡിയോസിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ വേറൊരു വിയേർഡ് ആയിട്ടുള്ള ഫാക്ട് എന്താ വെച്ചാൽ, ഇത് എന്തിനാണ് വരച്ചതെന്ന് ആർക്കും അറിയാൻ പാടില്ല. വേറൊരു സംഭവം ഉണ്ട്, ബൊളീവിയയിലെ പുമ പുങ്കു എന്നാണ് ഈ ഒരു സംഭവത്തിന്റെയൊക്കെ പേര്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പഴയകാല സ്ട്രക്ചർ പോലെ തോന്നുമെങ്കിലും ഇവിടുത്തെ ഒരു പ്രിസിഷൻ ആണ് ഈ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചത്. അതായത് ഇപ്പോഴത്തെ മോഡേൺ ഡേ സയന്റിസ്റ്റുമാർക്ക് പോലും ഇവരെങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ള കട്ടക്ക് ഈ കല്ല് ചെയ്ത് വെച്ചതെന്നാണ് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. അതും ഒരു കട്ടയുടെ കനം എന്ന് പറയുന്നത് ഏകദേശം 130 ടണ്ണോളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതും പിരമിഡ്സിന്റെ കേസ് പോലെ ഈ കല്ലുകൾ ഒരുപാട് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ കൊത്തി വെച്ചത്, അങ്ങനെ എന്തോ സംഭവമാണ് ഇവിടെ ചെയ്തത്. ഇവിടുത്തെ വേറൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരു കല്ലും മറ്റൊരു കല്ലും തമ്മിൽ ഇങ്ങനെ കൂട്ടി ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ഒരു തരത്തിലുള്ള നമ്മള് കടയിലൊക്കെ പോകുമ്പോൾ ഒരു പസിൽ കിട്ടൂലേ, ആ പസിലിന്റെ ഒരു 3D വേർഷൻ പോലത്തെയാണ് ശരിക്കും ഇത്. അതായത് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ജിക്സോ പസിൽ പോലെ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഫീച്ചർ അച്ചീവ് ചെയ്യാൻ പറ്റണമെങ്കിൽ 2 പീസസിന്റെ ഒരു പ്രിസിഷൻ, അത് കട്ട് ചെയ്തേക്കുന്ന ആ ഒരു പ്രിസിഷൻ ഇല്ലേ, അത് വളരെയധികം അക്യുറേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഇവർക്ക് എങ്ങനെ സാധിച്ചു? അങ്ങനെ നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു ഫാക്ട് ഉണ്ട്, അതായത് ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു ആൻസർ, ഇവരെങ്ങനെയാണ് ഇതൊക്കെ അച്ചീവ് ചെയ്തതെന്നുള്ളതിന്റെ ഒരു ആൻസർ ഏൻഷ്യന്റ് മിത്തോളജിയിലല്ല, അതായത് നമ്മുടെ ഭൂമിയിലുള്ള പല മിത്തോളജിയിലും എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത്. അതിപ്പോ എന്നെ പോലുള്ള ഒരു അമേച്ചർ റിസർച്ചറിനെ പോലുള്ള ആൾക്കാരല്ല, 30-40 വർഷമൊക്കെ ഏകദേശം അവരുടെ ലൈഫ് ടൈം മുഴുവനും ഈ ഒരു സംഭവത്തിന് പുറകെ നടന്ന ആൾക്കാരടക്കം ഇപ്പോഴും ഉണ്ട്. അവരുടെയൊക്കെ റിസർച്ച് നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ തല ഇറങ്ങിയപ്പോ, അതായത് നമ്മുടെ കൾച്ചർ, അതായത് ഇപ്പൊ ഇന്ത്യൻ കൾച്ചർ ആയിക്കോട്ടെ, പല കൾച്ചേഴ്സും ഉണ്ടാകും നമ്മുടെ ലോകത്ത്. നമ്മളെല്ലാവരും ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു എൻറ്റിറ്റി, അതിന്റെ ഒരു ഒറിജിൻ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പല പല ക്ലൂസിലൂടെ ഈ പറയുന്ന പല മിത്തോളജിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ രാമായണത്തിലും മഹാഭാരതത്തിലും എഴുതി വെച്ചിരിക്കുന്ന പുഷ്പക വിമാനം എന്ന് പറയുന്ന ഒരു സംഭവം. ഇന്ത്യൻ മിത്തോളജിയിൽ ഇത് ജസ്റ്റ് ഒരു ഫ്ലൈയിങ് ചാരിയറ്റ് ആയിട്ട് മാത്രമല്ല ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇതിന്റെ വർക്കിങ്ങും ഈ പറയുന്ന പോലെ ഇതിന്റെ ഫംഗ്ഷനും ഇതിന്റെ ഫീച്ചേഴ്സ് അടക്കം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതായത് ഈ ഒരു സംഭവത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മാഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്നുള്ളതും, ഇതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് അമ്പോ എന്തോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിടാൻ പറ്റുന്നുള്ളൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, ഇതൊക്കെ ഇത്രയും വർഷങ്ങൾക്ക്, ഇതിന്റെ ഒരു ഒറിജിനൽ ഡേറ്റ് ഒന്നും ഇപ്പോഴും ഡിബേറ്റബിൾ ആണ്. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം ആൾക്കാരുടെ ഇമാജിനേഷൻ മാത്രമായിരുന്നോ, അതോ ഇവർ കണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പൊ ആകാശത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു ബാറ്റിലോ എന്തെങ്കിലും ഒരു യുദ്ധമോ അതൊക്കെ കണ്ടത് അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇത് അവരൊരു മിത്തോളജി, ഒരു കഥ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു വെർബലി ഇങ്ങനെ പോയി അത് അവസാനം ഒരു മിത്തോളജി, ഒരു ടെയില് ആയി മാറിയതാണോ എന്നടക്കം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതേപോലത്തെ വളരെ സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഈ പറയുന്ന ഏൻഷ്യന്റ് സുമേരിയൻസ്, അതായത് അനുനാക്കിയുടെ ടെയിൽസിലും പറയുന്നുണ്ട്.
അനുനാഗിനെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് സർഫസ് മാത്രമേ സ്ക്രാച്ച് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഫ്യൂച്ചറിൽ അതിനെ പറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഡുഗോൺ എന്ന് പറഞ്ഞ ട്രൈബിനെ പറ്റി മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ട്രൈബിന്റെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ അവരുടെ പൂർവികര്, അവരുടെ ആൻസിസ്റ്റർ ശരിക്കും ആകാശത്ത് നിന്നും വന്നതായിട്ടാണ് ഇവരെല്ലാവരും വിശ്വസിക്കുന്നത്. മെയിൻലി സീരീസ് എന്ന് പറയുന്ന സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നാണ് ഇവർ വന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി, ഇവർ എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യം ഇവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും അവർക്ക് എന്തുവേണേലും പറയാൻ പാടില്ല, ഇതൊക്കെ ശരിക്കും റിയൽ ആണോ എന്നൊക്കെ ചോദിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ചെറിയൊരു ഡീറ്റെയിൽ കൂടി പറഞ്ഞുതരാം. സിരീസ് എന്ന് പറയുന്ന സ്റ്റാർ സിസ്റ്റത്തിലെ ഒരു സ്റ്റാർ ആണ് സീരീസ് ബി. അതിന്റെ അടുത്തെടുക്കുന്ന ഒരു സ്റ്റാർ ആണ്. ഈ സ്റ്റാറിനെ പറ്റിയിട്ടും ഇവർ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഇവർ വളരെയധികം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ അറിയോ, ഈ സ്റ്റാറിനെ നമുക്ക് ഒരിക്കലും നേക്കഡായി കൊണ്ട് കാണാൻ പറ്റില്ല, വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതിനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ടെലിസ്കോപ്പ് വേണം. അതും ഇവരുടെ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് വർഷങ്ങൾ, അതായത് ഒരു BC പോലെ എപ്പോഴും ഇവർക്ക് അറിയാം. അതിന്റെ കറക്റ്റ് ഏരിയ താഴെ എഴുതി കാണിക്കാം. ഇതിപ്പോ ഈ ട്രൈബിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ലോകത്ത് പല ട്രൈബിലും പല കൾച്ചേഴ്സിലും ഇതേപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല തരത്തിലുള്ള കാര്യങ്ങൾ ഇവർക്ക് അറിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയെന്നുള്ള ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കും. ബൈബിളിന്റെ അകത്ത് എസിക്കേൽസ് വിഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല. അത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാം. ഇതിന്റെ അകത്ത് പറയുന്ന വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ്. ആകാശത്ത് നിന്ന് ഒരു വീല് പോലത്തെ, ഒരു വീല് എന്നല്ല, 2 വീലുകൾ ഒരു സംഭവത്തിനകത്ത് ഇരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ആകാശത്ത് നിന്ന് ഡിസെൻഡ് ചെയ്ത് അവരുടെ ഭൂമിയിലേക്ക് വരുന്നതായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള ഒരു ചോദ്യമാണ് ശരിക്കും എന്റെ മനസ്സിലേക്ക് വരുന്നത്. അതോടൊപ്പം ബൈബിളിൽ നെഫിലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് ആകാശത്ത് നിന്ന് വരുന്ന ഒരു ബീയിങ്ങോ എന്തൊരു ഡീമർ അങ്ങനെ ഒരു സംഭവമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ബൈബിളിൽ മാത്രമല്ല, ഒട്ടുമിക്ക ഏൻഷ്യൻ ടെക്സ്റ്റുകളിലൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം മായൻ സിവിലൈസേഷനിൽ പോവുകയാണെങ്കിൽ ഇവർക്ക് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് സോളാർ എക്ലിപ്സ് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. വീനസിന്റെ മൂവ്മെന്റ് ഇവർക്ക് വളരെ കൃത്യമായിട്ട് മാപ്പ് ചെയ്തിട്ട് അതിന്റെ സംഭവങ്ങളൊക്കെ ഇവർക്ക് ഒരു കലണ്ടർ പോലെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു സംഭവമാണ് ശരിക്കും ആന്റിക്കത്ര മെക്കാനിസം എന്ന് പറയുന്നത്. സയന്റിസ്റ്റുമാർ പറയുന്നത് 100ാം BC വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മെക്കാനിസം, അതിന്റെ ആ ഒരു കോംപ്ലക്സിറ്റി, റിസർച്ച് പറയുന്നത് ഈ ഒരു മെക്കാനിസം സെഞ്ചുറികൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആണെന്നാണ്. അതായത് ഈ ഒരു കാലത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സെഞ്ചുറികൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഈ ഒരു മെക്കാനിസത്തിനെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ചുറ്റുമാണ് എൻ്റെ ലൈഫൊക്കെ ശരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം തേടിയിട്ടുള്ള ഒരു സീരീസ് ആണ് ഞാൻ ശരിക്കും കഴിഞ്ഞ വർഷം ഒരു 10 വീഡിയോസ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ അതിന്റെ പുറകെയാണ് ശരിക്കും ഞാൻ പോകുന്നത്. സയൻസിലൂടെയും മെറ്റീരിയലിസ്റ്റിക് എവിഡൻസിലൂടെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ഒന്നൊന്നായിട്ട് നമുക്ക് ഓരോ വീഡിയോസിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളുടെ പുറകെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോസിലൊന്നും അധികം ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് ഇങ്ങോട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നല്ല ടോപ്പിക്സ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ കാണാം. മിക്കവാറും സയൻസും എൻ്റെ ഒരു റിസർച്ചും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്, അതായത് ഒരു ദിവസം സയൻസ് ആണെങ്കിൽ ഒരു ദിവസം എൻ്റെ റിസർച്ച് വീഡിയോ ആയിരിക്കും. അപ്പൊ അങ്ങനെ മാറിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. മിക്കവാറും ഇങ്ങനത്തെ ഒരു ചാനൽ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ചിട്ടോ. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.